Hey guys, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് ഞാൻ ഈ ഒരു ഷറാറ സെറ്റാണ് ഇട്ടേക്കുന്നത്. ഞാനത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഒരു ഷറാറ സെറ്റാണ്. നമ്മളിപ്പോൾ നല്ലൊരു ബുട്ടിക്കാട്ടോ. ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സസും ഞാൻ കസ്റ്റമൈസ് ചെയ്ത് മേടിക്കുന്നത് അവിടെ നിന്നാണ്. നമ്മൾ കൊടുക്കുന്ന അളവ്, അതേപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ. ഇതിൻ്റെ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഈ ഷറാറ സെറ്റിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റാണി പിങ്ക് കളറിലെ ഷറാറ കേട്ടോ. ഇതിന് ചേരുന്ന പോലത്തെ ഒരു പാർട്ടി മേക്കപ്പ് അല്ലെങ്കിൽ ഒരു ബ്രൈഡ്സ് മെയ്ഡ് മേക്കപ്പാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഒരു ന്യൂഡ് പിങ്കി കൈൻഡ് ഓഫ് മേക്കപ്പാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു DIY ടോണർ ഉണ്ടെന്ന്, അതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫേസ് സിറം ആണ്. ഞാൻ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് സിറം, ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അടുത്തായിട്ട് ഞാനൊരു സൺസ്ക്രീൻ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് തേക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മുടെ പാലൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത പോലത്തെ ഒരു ഫീലാട്ടോ. നമുക്ക് നല്ലൊരു ഗ്ലോയും കൂടി കിട്ടും കേട്ടോ. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്രൈമർ യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് NYBയുടെ 4-in-1 ബ്രൈറ്റനിങ് പ്രൈമറാണ്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വന്നിട്ടൊരു സിലിക്കോൺ ടെക്സ്ചറാണ് കേട്ടോ. നമ്മളിത് എന്തിനാ പ്രൈമർ ഇടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷനും കൺസീലറൊക്കെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കൊരു സ്മൂത്ത് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമർ ഇടുന്നത്. കാര്യം നമ്മുടെ ചിലർക്കൊക്കെ പോഴ്സൊക്കെ ഉണ്ടാവാം, ഓപ്പൺ പോഴ്സ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ബ്ലർ ചെയ്യാനും നമുക്കൊരു ബ്രൈറ്റനിങ് ഫീല് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ, പിന്നെ നമ്മുടെ മേക്കപ്പിനൊരു സ്മൂത്ത് ക്യാൻവാസും കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തായിട്ട് ഞാനൊരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മേബ്ലിൻ്റെ ഏജ് റിവൈൻ കൺസീലർ ഇൻ ദ ഷെയ്ഡ് കാരമൽ. ഞാൻ എവിടേക്കാണോ ഡാർക്ക് സർക്കിൾസ് ഉള്ളത് അവിടെ ഒന്ന് യൂസ് ചെയ്യുകയാണേ. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് around my mouth, nose, under eyes. പിന്നെ നെറ്റിയിലും ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ബ്യൂട്ടി സ്പഞ്ചാണ്. ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് എടുത്തതാണ്. ഡ്രൈ സ്പഞ്ച് ഒരിക്കലും ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യരുത്. ഇതേപോലെ ഡാം ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്യുക. വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, കൺസീലർ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ എടുക്കുന്നത് NYBയുടെ ഡൂയി ഡ്രോപ്സ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഐ മീൻ ദ ഷെയ്ഡ് 2 ലാറ്റെ. ഫൗണ്ടേഷൻ ഞാനൊരു ജസ്റ്റ് ഒരു 1 പമ്പ് എടുക്കുന്നുള്ളൂ. സ്മോൾ പമ്പ്. ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത്, ഇതൊരു ഡ്യൂയി ലുക്ക് ആയതുകൊണ്ട് ഞാൻ NYBയുടെ പ്രോ സ്ട്രോക്ക് ക്രീമും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഡ്യൂയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. I'm satisfied with the base. ഇനി നമുക്കിത് ഈ കൺസീലർ ഫൗണ്ടേഷൻ ഒക്കെ കൂടി നമുക്ക് ഒരു പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഫേസസ് കാനഡയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഐ മീൻ ദ ഷെയ്ഡ് സാൻഡ് 04. അത് വെച്ചിട്ട് ഞാൻ ഈ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. അതിനുശേഷം ഞാൻ ബ്രോസ് ആണ് ചെയ്യുന്നത്. ഐബ്രോസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ 3 ബ്രൗസ് പൗഡർ പ്ലസ് 1 വാക്സ് ക്രീം ആൻഡ് ദ ഷെയ്ഡ് 01. പൗഡർ സെലക്ട് ചെയ്യാം. ഞാൻ ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്നത് ഈ 2 ഷെയ്ഡ്സ് ആട്ടോ. അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഐ എം ഗോണ സ്റ്റാർട്ട് അപ്ലൈയിങ് ഇറ്റ്.
അടുത്തായിട്ട് നമുക്ക് ഐ ഷാഡോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു പാലറ്റാണ്. ഇൻസൈറ്റിൻ്റെ പാലറ്റിൽ നിന്ന് ഈ ഒരു ബേൺഡ് ഇറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡും ഹാങ് ഓവർ എന്ന് പറഞ്ഞ ഷെയ്ഡുമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ഈ ബേൺഡ് ഇറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡും ഞാൻ എൻ്റെ ഐലിഡ്സിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഞാനൊരു ബ്രഷ് എടുത്തിട്ട്, ഒരു റാൻഡം ബ്രഷാണ്, അതെടുത്തിട്ട് ഞാൻ എൻ്റെ ഐലൈറ്റിൽ വന്നിട്ട് അതൊന്ന് പ്ലേസ് ചെയ്യുവാണ്. അതിനുശേഷം ഞാൻ ഈ ഫേസസ് കാനഡയുടെ ബ്രഷ് വെച്ചിട്ട് അതിൽ ഹാങ് ഓവർ എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ട്, ഒരു ബേജ് ഷെയ്ഡാണ്, അതെടുത്തിട്ട് എൻ്റെ ഐലിഡ്സിലൊന്ന് ബ്ലെൻഡ് ചെയ്യുവാണ്. ഗ്ലിറ്റർ ഞാൻ ഈ ഒരു റാൻഡം ബ്രഷ് വെച്ചിട്ട് എൻ്റെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണേ. എഗെയിൻ ഞാൻ ആ സെയിം ഫേസസ് കാനഡയുടെ ബ്രഷ് എടുത്തിട്ട് ഹാങ് ഓവർ എന്ന് പറഞ്ഞാൽ ബീച്ച് ഷെയ്ഡ് എടുത്തിട്ട് ഒന്നും കൂടി എല്ലാവരും ഒന്ന് മിക്സ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ണിലും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കണ്ണും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത ആ സെയിം ഷെയ്ഡ്സ് തന്നെ നമുക്ക് അണ്ടർ ഐസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫോർ മസ്കാര ഞാൻ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ മസ്കാര ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാനിതൊന്ന് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നോക്കാം. മസ്കാര ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലഷിലേക്ക് കടക്കാം. അപ്പോൾ ബ്ലഷ് ഇത് വന്നിട്ട് കളർ ബാറിൻ്റെ ബ്ലഷ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇൻ ദ ഷെയ്ഡ് 009 കോറൽ ക്രേവിംഗ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അഗെയിൻ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറിലാണ് കേട്ടോ ഇടുന്നത്. ഇതിനകത്ത് ചെറിയൊരു ഷിമ്മർ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഹൈലൈറ്റർ, എക്സ്ട്രാ ഒരു പൗഡർ ഹൈലൈറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഹൈലൈറ്ററും ബ്ലഷും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വന്നിട്ട് എഗെയിൻ നമ്മുടെ എൻവൈബയുടെ ആ ഒരു ക്രീമില്ലേ, പ്രോ സ്ട്രോക്ക് ക്രീം, അതൊരു ഇച്ചിരി എടുത്തിട്ട് നമ്മുടെ ഹൈ പോയിൻറ്റ്സിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് നമ്മുടെ ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് വന്നിട്ട് ഫേ ബ്യൂട്ടിയുടെ ലിപ് വിപ്പ് റേഞ്ചിലത്തെ സേഫ് വേർഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണേ. അത് യൂസ് ചെയ്യും. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ ഡൂയി ഗ്ലോയി സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. काहे खफाए से चुलबुल से बुलबुल